വഖ്തുലിഫാ ഫിൽ മീസാനി വൽ ഹൗളി അയ്യുഹുമാ ഖബ്ല അൽ ആഖിരി ഫഖീല അൽ മീസാൻ വഖീല ഫിൽ ഹൗളി وقيل الحول قال أبو الحسن القابسي والصحيح أن الحول قبل الحمد لله. ഇനി നന്മ തിന്മ തൂക്കുന്ന തുലാസാണോ ഹൗളാണോ ആദ്യം എന്ന കാര്യത്തിലും പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് ആദ്യം തൂക്കലാണ്, പിന്നെയാണ് വെള്ളം ഹൗളുൽ കൗസർ, അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്. എന്നാൽ ഖാല അബുൽ ഹസൻ ഖാബിസി വസ്സഹീഹു, സഹീഹായ അഭിപ്രായം അന്നൽ ഹൗള ഖബ്ലു, ഹൗള് എന്തിനേയും മുമ്പിലാണ്. മഹ്ശറിലെ എന്ത് കാര്യത്തിന്റെയും മുമ്പിലാണ് എന്ത് ഹൗള്. പിന്നെ എന്തുണ്ടാവുള്ളൂ? നിങ്ങൾ മീസാനോ മറ്റൊന്നും ചോദിക്കണ്ട, ആദ്യം എന്താണ്? ഹൗളുൽ കൗസർ. ആദ്യം അൽഹംദുലില്ലാഹ് എന്ന് പറയും. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. من اتبع نفسه هواها وتمنى على الله. ചില ആളുകൾ ഹവയിൽ അങ്ങനെ നടക്കും. وتمنى على الله, കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കും, കിട്ടൂല. അവിടെ പോകുമ്പോൾ മരിക്കളാട്ടും. എന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കും? റമളാൻ മാസത്തിലൊന്ന് പള്ളിയിൽ കൊന്ന് ഇഅ്തികാഫിന് അള്ളാഹിനോട് പറഞ്ഞില്ല, പറയുമ്പോൾ വേദനിച്ച് പറഞ്ഞില്ല, ഒന്നുമില്ല. ആദ്യമായി ഹൗദുൽ കൗസറിൽ വരുന്ന ആളെ കൊണ്ട് നമുക്ക് ഹദീസ് തുടങ്ങുക. ആദ്യമായി ഹൗദുൽ കൗസറിൽ ആരായിരിക്കും വരിക? അതിന് പറഞ്ഞ സ്ഥിതിക്ക് അത് പറഞ്ഞ് ഞങ്ങൾക്ക് പെട്ടെന്ന് കേച്ചു. അവ്വലു മൻ യരിദുൽ ഹൗള അലാ റസൂലില്ലാഹ് വഖാല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് തങ്ങൾ പറയാണ്, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം ഖുർത്തുബി തങ്ങളുടെ അത്തദ്കിറയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇത് ഇമാം ഖുർത്തുബി തങ്ങളുടെ അത്തദ്കിറയാണ് റളിയല്ലാഹു അൻഹു. അൻസാരി ഖബീലയിൽപ്പെട്ട ആലിമാണ്, മുസ്ലിമാനാണ്, ബഹുമാനപ്പെട്ട അൻസാരി ഖബീലയിൽപ്പെട്ട ഹിജ്റ 671 വഫാത്ത്. അൻസാരി ഖബീലയിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു. അവരുടെ അത്തദ്കിറ എന്ന കിതാബിൽ നിന്നാണ് വായിക്കുന്നത്. അനസ് പറയുന്നതായി ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, അവ്വലു മൻ യരിദുൽ ഹൗള അലാ റസൂലില്ലാഹ് അദാബിലൂന നാഹിലൂന സൈഹൂന അല്ലദീന ഇദാ ജന്നഹുമുൽ ലൈലു ഇസ്തഖ്ബലൂഹു ബിൽ ഹുസ്നി. അവ്വലു മൻ യരിദുൽ ഹൗള അലാ റസൂലില്ലാഹ്, ഹൗദുൽ കൗസറിലേക്കുള്ള പ്രവേശനം തുടങ്ങിയാൽ ആദ്യമായി മുത്തുനബിയുടെ അരികിലേക്ക് ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നവർ ദുനിയാവിൽ വാടിത്തളർന്നവരാണ്, വാടിത്തളർന്നവരാണ്. അന്നാഹിലൂന, മെലിഞ്ഞവരുമാണ്. ഒരു നന്മയിൽ നിന്ന് ഒരു നന്മയിലേക്ക് ഓടിയവരാണ്. അല്ലദീന, അവരൊരു വിഭാഗമാണ്. ഇദാ ജന്നഹുമുൽ ലൈലു, രാത്രി ഇരുൾ മുറ്റിയാൽ ഇസ്തഖ്ബലൂഹു, അവർ റബ്ബിനെ അഭിമുഖീകരിക്കുക ബിൽ ഹുസ്നി, ദുഃഖം കൊണ്ടാണ്. ഇരുട്ടാണ് കാര്യം, അവരാണ് കാര്യം. പക്ഷേ ഒരു പണിയും ചെയ്തിട്ടില്ല, ഒരു ദിവസം ഒരു പണി എടുത്തിട്ടില്ല. ഞാൻ അപ്പോഴും ദോഷല്ലേ, ഒരാൾ ആദ്യം എവിടെ എത്തുക? എന്തിനാ വർത്താനം പറയുന്നത്? മറക്കരുത്, ഈ ഹദീസ് മറക്കരുത്. മനസ്സിലായില്ലേ? അനസ് പറയാൻ അവ്വലു മൻ യരിദുൽ ഹൗള അലാ റസൂലില്ലാഹ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അനസ് പറയാൻ മുത്തുനബിയുടെ 10 കൊല്ലത്തെ ഖാദിമാണ്. അള്ളാഹിന്റെ ഹബീബിൽ നിന്ന് പഠിച്ചവർ വിവരം പറയുകയാണ്. അനസ് പറയാണ്, അനസ് പറഞ്ഞാൽ തന്നെ വലിയ വിലയാണ്. കാരണം അനസ് എന്നാൽ ഹബീബായ നബി വഫാത്താവുന്നത് വരെ നിഴലില്ലാത്ത നബിക്ക് നിഴല് പോലെ പിന്തുടർന്ന ആളാണ്. അനസ് റളിയല്ലാഹു അൻഹു അവർ പറയാണ്, അവ്വലു മൻ യരിദുൽ ഹൗള അലാ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഹൗളിലേക്ക് ആദ്യം വരുന്നവര്
വാടിത്തളർന്നവരാണ്. അന്നാഹിലൂന മെലിഞ്ഞുണങ്ങിയവരാണ്. സായിഹൂന ഒരു നന്മയിലേക്ക് ഓടിയവരാണ്. സിയാഹ എന്ന് പറഞ്ഞാൽ വിനോദയാത്ര. മക്തബ് സിയാഹ എന്ന് പറഞ്ഞാൽ ടൂറിസം ഓഫീസ്. ഇവരെ ടൂറ് ഊട്ടിക്കാണെങ്കിൽ ഇവരെ ടൂറ് നന്മയിലേക്കാണ്. അതായത് മനസ്സിലായില്ലേ? ഇവിടെ സിയാഹത്തിന് പറഞ്ഞാൽ എന്താ? ഒന്ന് കഴിഞ്ഞാൽ ആയത്തേക്കൾ കയറും. അത് ഭയങ്കര വിനോദമാണ്. ഓരോരോ പേരിൽ തന്നെയാണ്. 10 ജുസ് ഓതി, പിന്നെ 1000 സ്വലാത്ത് അല്ലാണ്ട് വയല്ലേ. നേരമ്പളത്തെ പണിക്കോയി 500 റുപ്യ കിട്ടി. 300 റുപ്യക്ക് പേര് സാമാനം വാങ്ങി കൊടുത്തു. 200 റുപ്യ 4 അക്കൗണ്ടേ കൊടുക്കണം നാട്ടിലെ സാധുക്കൾക്ക്. അല്ലെങ്കിൽ 100 റുപ്യ 2 കൊടുക്കണം. ഒരാൾ ആ ഗ്രാമത്തിന് അങ്ങേയറ്റത്താണ്, ഒരാൾ ഇങ്ങേയറ്റത്താണ്. വെയിലും കൊണ്ട് അങ്ങോട്ട് നടന്ന്, വെയിലും കൊണ്ട് ഇങ്ങോട്ട് നടന്ന് 2 മണിൻ്റെ 4 മണിൻ്റെ ഇടയിലുള്ള വെയിലത്ത് നടന്നു. എന്നിട്ട് വേണം പള്ളിക്ക് ആശ്രസ്കരിക്കാൻ കയറാൻ. അവരെ പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് നടക്കലാണ്. മനസ്സിലായില്ലേ? ആ 2 പേരും കൊണ്ട് 100 റുപ്യ കൊടുത്തു. മനസ്സിലായില്ലേ? അല്ലെ നോമ്പുറക്കാനൊന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട വീടാണ്. അവർക്ക് നോമ്പുറക്കാൻ ഒരു വത്തക്ക വാങ്ങാനൊന്നും കഴിവില്ല. അവർ 2 വത്തക്ക വാങ്ങി. ഒന്ന് അവിടെ കൊടുത്തു, ഒന്ന് ഇവിടെയും കൊടുത്തു. അതിന് വേണ്ടി കൊണ്ടിരുന്ന മോട്ടോർ സൈക്കിളൊന്നുമില്ല. ഒന്ന് നടന്നു. 2 മണിക്ക് പണി കഴിഞ്ഞു. 4 മണി വരെ ഈ വത്തക്ക കൊണ്ടേ കൊടുത്തു. ഇന്നലെ 4 മണിക്ക് പള്ളി കയറി. പിന്നെ കരയിൽ തുടങ്ങി. വൈകുന്നേരം ആളിനോടുകൂടെ കരയിൽ തുടങ്ങും. ഏതുവരെ കരഞ്ഞു? പാതിരാത്രി കഴിഞ്ഞാൽ കരഞ്ഞു. നമുക്ക് നടക്കൂലേ? നടക്കും. നമ്മുടെ മനസ്സിനാണ് ചേഞ്ചാണ്. അള്ളാഹ് തെരുവെടുക്കുന്നു വിചാരിച്ചാൽ നടക്കൂല. മനസ്സിലായില്ലയോ? ഒരു പെണ്ണ് ഒക്കെ നടക്കും. 1 കിലോ ഇറച്ചി വാങ്ങി വരില്ല കുട്ടിയാക്കും 1/2 കിലോ എടുത്തു. ബാക്കി 1/2 കിലോൻ്റെ കറി ഉണ്ടാക്കി 4 പേരെ കൊണ്ട് കൊടുത്തു. ഓക്ക് നിന്ന് ഇറച്ചൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മെലിയും. ഓൾ പോഷകം തിന്നില്ല. എന്തുകൊണ്ട്? കുട്ടിയെ കൊടുത്താൽ ബാക്കി നാട്ടുകാർ കൊടുക്കും. അപ്പോൾ മെലിഞ്ഞിട്ടുണ്ട്. മെലിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? വാടി ഉണങ്ങിയവര് ഇപ്പം വെയിലും കൊണ്ടുവന്ന് ആ ചിത്രാനവനെ ഇവിടെ വരുമ്പോൾ ഹൗസുൽ കൗസറിൽ കൊണ്ടാകുക. 2 പേരയിലും വത്തക്ക വാങ്ങിക്കൊണ്ടത് 2 മണിക്കൂർ നടന്ന് വരുമ്പോൾ എൻ്റെ ഒരു മുഖല്ലേ എന്താണത്? വാടി. അക്കൊലത്തിലാണ് അവിടേക്ക് വരുമോ? റസൂലുള്ളാഹി വെള്ളം കൊടുക്കും. കൊയങ്ങിയവനാണ്. ഈ ജാതി ചൂടത്ത് നടന്ന എത്രയാണ്. അങ്ങനത്തെ മനുഷ്യന്മാരില്ലേ? ഇന്നില്ലേ? ഇന്നുണ്ട്. അവർക്ക് ഇഷ്ടമാണ് ആര്? അല്ലാഹുവിനെ. അവരൊന്നിലും ഉണ്ടാവില്ല. ഒരു തർക്കത്തിനില്ല, ഒന്നിനുമില്ല. ഒന്നും അവർക്കറിയില്ല. അവർക്കൊന്നും അറിയില്ല. അവർക്കിങ്ങനെ ഈ കേപ്പിനൊക്കെ പിരിഞ്ഞൊന്ന് കേട്ടിട്ടുണ്ടെന്ന് അത്രയൊക്കെ അവർക്ക് അറിയുള്ളൂ. ഓരോ ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം. തലയെ കെട്ടിയവരെ കണ്ടാലും അവർക്കത് നിങ്ങൾ ഈക്കാണോ ഈപ്പിയാണോ എന്ന് അറിയിക്കില്ല. അസ്സലാമു അലൈക്കും. അവർക്കൊക്കെ മൂല്യന്മാരാണ്. മനസ്സിലായില്ലേ? എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? എന്നെ ഒന്നും അറിയാം. അവർക്കൊന്നും അറിയില്ല. തർക്കത്തിനുമില്ല, ഒരു തല്ലിനുമില്ല, ഒന്നിനുമില്ല. എല്ലാവരും മോശമാണ്. മോശമൊന്നുമല്ല. ഈ ടീം അങ്ങനെയാണ്. ഒന്നറിയും. ദുന്യാവിൽ എന്ത് കളിയും അവർക്കറിയില്ല. മുത്ത് റസൂലുള്ളാഹിന്റെ ഹൗളിൽ ആദ്യം വരുന്ന ആളുകൾ ബസ്രയിൽ പോയപ്പോൾ ഞാൻ ഹസനുൽ ബസ്രിയുടെ മഖ്ബറയിൽ പോയി. റളിയല്ലാഹു അൻഹു. 4-5 കൊല്ലം മുമ്പാണ്. വലിയ ഒരു പാഠം. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു മഖ്ബറ. അങ്ങനെ ഞാൻ ചില പാഠങ്ങൾ ചില മഖ്ബറയിൽ നിന്ന് പാഠം പഠിക്കും. അത് മറക്കാനേ കഴിയില്ല. 5-8 കൊല്ലമായിട്ടുണ്ടാവും. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു മഖ്ബറയിൽ ഞാൻ 2-8 കൊല്ലം പോയി.
അതിൻ്റെ മുകളിൽ ഒരു കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഒരു കല്ലിൽ ഒരു ഇരുമ്പ് പതിച്ചതാണെന്നും എനിക്ക് തോന്നുന്നു. ഇരുമ്പിൻ്റെ പലക പതിച്ചിട്ടുണ്ട്. എന്താന്നുള്ളത്? ഇതാ ഉർബത്തി ശംസു അഖദനി അൽ ഹുസ്നു മാ അമിൽതു ശൈഅൻ. ഹസൻ ബസറിന്റെ വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നും വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ദുഃഖം വേദനയും എന്നെ പിടികൂടും. മാ അമിൽതു ശൈഅൻ, ഇന്നൊരു പണി എടുത്തിട്ടില്ലല്ലോ റബ്ബേ. എന്തിപ്പം ഞാൻ ചെയ്ത് രാവും പകലും പണിയെടുക്കണം അള്ളാഹ്ക്ക് വേണ്ടി. എന്നിട്ടും എനിക്ക് വൈകുന്നേരം തോന്നും, എന്ത് ഞാനൊരു പണിയും എടുത്തിട്ടില്ലല്ലോ റബ്ബേ. അതല്ലാത്തൊരു വൈകുന്നേരത്തെയും ഞാൻ കണ്ടിട്ടില്ല. വേദനയോടുകൂടി അല്ലാതെ ഒരു സൂര്യനും എനിക്ക് അസ്തമിച്ചിട്ടില്ല. എന്താ പറച്ച വാക്ക്, അത് മറക്കാൻ കഴിയാത്ത വാക്ക്. അതവര് 300-ലേറെ സ്വഹാബികളെ കണ്ടു പഠിച്ച ആളാണ്. താബിഈങ്ങളുടെ നേതാവാണ്. താബിഈങ്ങൾ ബാബു ഫള് താബിഈൻ എന്ന അധ്യായം മുസ്ലിമിൽ താബിഈങ്ങളുടെ ഫള് ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന ഹദീസുണ്ട്, അധ്യായമുണ്ട് സ്വഹീഹ് മുസ്ലിമിൽ. ഈ അധ്യായത്തിന്റെ ആദ്യം ബഹുമാനപ്പെട്ട എഴുതി വരുന്നോടത്ത് യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്ന ആദ്യത്തെ വാക്ക് എന്താണെന്നറിയോ? സയ്യിദു താബിഈന ഫിൽ ഇൽമി ഹസനുൽ ബസ്രി. താബിഈങ്ങളിൽ ഏറ്റവും വലിയ ആലിമായ ആള് ഹസനുൽ ബസ്രിയാണ് കേട്ടോ. ആരെ ഇമാം നവവി. ഞാനടാ പറയണ്ടേ? ഞാൻ മേലെ ഒരു വർത്താനം ഈ ലോകത്തൊരാളുണ്ട്. മനസ്സിലായില്ലേ? ഹസൻ ബസ് നവവിമാം ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ മേലെ മുണ്ടാൻ പറ്റിയ ഒരാൺകുട്ടി ഇന്ന് വരെ അള്ളാഹ് പഠിച്ചിട്ടില്ല ഈ ഭൂമിയിൽ, ഞാൻ കണ്ടിട്ടില്ല. ആ ഇമാം നവവിയോ? മനസ്സിലായില്ലേ? രണ്ടാം ഷാഫിഈയാണ് ആര്? ഇമാം നവവി. അവർ പറഞ്ഞതാണ് എന്ത്? ആലിമീങ്ങളിൽ താബിഈങ്ങളിൽ ഏറ്റവും വലിയ ആലിമാരാണ്. ഹസൻ ബസ്രിയാണ് കേട്ടോ. ശറഹ് മുസ്ലിമിലുണ്ട്. ആ മനുഷ്യനാണ് എന്ത് പറഞ്ഞത്? ഒരു വൈകുന്നേരവും എന്നെ ദുഃഖിപ്പിക്കാതിരുന്നിട്ടേ ഇല്ല. ഒരു പണിയും എന്നെ ചെയ്തിട്ടില്ലല്ലോ, ഒരു പണിയും ചെയ്തിട്ടില്ലല്ലോ എന്ന് അല്ലാതെ ഒരു വേദന ഇല്ലാതെ ഒരു വൈകുന്നേരവും കടന്നു പോയിട്ടില്ല. അങ്ങനത്തെ ആളുകൾ കിട്ടിയ ഒരാൾ കിട്ടിയല്ലോ, ഒരാൾ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ അതിന് മനസ്സിലായില്ല. മുതലാളിൻ്റെ പെരയിലെ ബിരിയാണിക്ക് രസമുണ്ടായിട്ട് കാര്യമില്ലല്ലോ. കാര്യമുണ്ടോ? നമ്മളെ വിളിക്കണ്ടേ? മുതലാളി ചൊറുക്ക് നോക്കിയിട്ട് ഞമ്മക്കെന്താ കാര്യം? പിന്നെ ചൊറുക്ക് അറിയാളക്കലല്ലേ, കാരണം ദുഃഖം കൂടും. മുതലാളിയുടെ പെരയിലെ ബിരിയാണിക്ക് 16 കൂട്ടം രസമുള്ള സാധനങ്ങൾ ഉണ്ടായിട്ട് നിനക്കെന്താ കാര്യം? നമ്മളേക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ അല്ലേ? നിങ്ങൾ പറയ മുതലാളിന്റെ കല്യാണ സദ്യ സംഭവം. ഇത്ര കൂട്ടം ഓരോന്ന് ഓരോട്ടെടുത്തപ്പോൾ തന്നെ പള്ളം നിറഞ്ഞു. ചെന്തെടുക്കാൻ കഴിഞ്ഞില്ല. തര സാധനങ്ങളാണ് വേറെ പോലെ നിരത്തിക്ക. ഞങ്ങൾ 2 ആളെ തിന്നാനുള്ളൂ. ഓരോ ടേബിൾ മുതലും 2 ആളാ. ഇതൊരുത്തം വേറൊരുത്തരോട് വന്ന് പറഞ്ഞാൽ ഓനെ ദുഃഖം തോന്നൂലേ? അപ്പൊ മുതലാളിയുടെ മകളെ കെട്ടിച്ച കല്യാണത്തിന് വിരുന്നിന്റെ വിഭവങ്ങൾ അധികരിച്ചിട്ട് നിനക്കെന്ത് കാര്യം? എന്നെ വിളിച്ചിട്ടുണ്ടാ? ഞാൻ ചെന്നപ്പോൾ ഗേറ്റ് കീപ്പറായ ബവ്വാബുണ്ട് അവിടെ. തൊപ്പി മറ്റേ തോക്ക് പെട്ടി അന്നെ വിളിച്ചില്ല. നമ്മൾ ആളുകളെ ഇടയിൽ കൂടെ എങ്ങനെ മെല്ലെ ഇങ്ങനെ കയറാൻ നോക്കിയപ്പോൾ മറ്റൊന്ന് ശരിക്കറിയാം ആരെ വിളിച്ചിട്ടില്ല. ഗേറ്റ് കീപ്പർ വിളിച്ചു. കുറുതായ മനുഷ്യൻ എങ്ങനെ മെല്ലെ ഉള്ളു പിടിക്കായിരുന്നു. എന്നെ വിളിച്ചില്ല. പുറത്തു മലക്ക്
മലക്കുകൾ വടി കൊണ്ട് നിൽക്കുന്ന ഈ കിതാബിലുണ്ട്. മലക്കുകൾ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഉള്ളിൽ കൂടെ തിരികെ കയറാൻ നോക്കിയാൽ അടിച്ചു പുറത്താക്കും. എല്ലാവർക്കും ഉള്ളതല്ല അത്. ബാക്കിയുള്ളവർക്ക് പിന്നെ അല്ലേ എന്താ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുക. അതൊന്നും ഉണ്ടാവില്ല, സ്വർഗമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന ആളുകളെ കണ്ടില്ല നിരീശ്വരവാദികൾ. എന്തുകൊണ്ട്? ഒരു കുഴപ്പമുള്ളവർക്ക് കിട്ടൂല, പിന്നെ ഉണ്ടാവില്ല എന്നറിയില്ല എന്നല്ലേ. മനസ്സിലായില്ല? ചിന്തിക്ക്. ഒരുത്തന് പെണ്ണുങ്ങളെയും വിട്ടിട്ട് ഗൾഫ് പോകാൻ പോതില്ല. ഓൻ്റെ മൂത്താപ്പാൻ്റെ മകൻ ഗൾഫ് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് നിൽക്കുമ്പോൾ ഇവൻ എൻ്റെ പെണ്ണുങ്ങളോട് എന്താ പറയുക? അത് പോകാൻ നോക്കി മനസ്സിലായി പറഞ്ഞു പോയാ എന്തേ പറഞ്ഞോളെ 600 റിയാലിറ്റി എന്താക്കാനാണ്? 600 റിയാലിറ്റി എന്താക്കാനാണ്? അതിന് 200 റിയാൽ അവിടെ തന്നെ തീരും. പിന്നുള്ളത് 400 റിയാൽ. 400 റിയാൽ ഞാൻ എനിക്ക് അയച്ചെന്നാൽ എൻ്റെ മുണങ്ങൾ നടക്കുമോ? മനസ്സിലായ? ഓലെ തല്ലും കിട്ടണം, ഓലെ പള്ളർച്ച് തല്ലും കിട്ടുമുള്ള മുടിയൊക്കെ പോവും, മീശ പോകും. ഈ കട്ടിയ മീശയും കൂടി പോകുന്ന പോൾ പറഞ്ഞാൽ ഞങ്ങൾ പോണ്ട. കട്ടി മീശ പോകുകയാണെങ്കിൽ ആ മീശയാണ് നിങ്ങളെ ചോർക്ക് എന്നാ പോണ്ട. ഓളോട് എന്ത് പറഞ്ഞ് ഈ കട്ടി മീശന് വേറെ ഉണ്ടാവില്ല, മുടി ഉണ്ടാവില്ല. അന്ന് നമുക്കുള്ളതുകൊണ്ട് കഴിഞ്ഞോളാം, സാരമില്ല. ഇതാണ് നിരീശ്വരവാദിയുടെ ടെൻഡൻസി. അതാണ് നിരീശ്വരവാദിക്ക് അറിയാം എനിക്കത് കിട്ടില്ല, പിന്നെ അങ്ങനത്തെ സ്വർഗം ഇല്ല എന്നറിയില്ലേ. അതാണത്. നമുക്കങ്ങനെയല്ല, നമുക്ക് കിട്ടും. തുറന്നിട്ട് കിട്ടും, കിട്ടൂടാ, കിട്ടിയിരിക്കും. തുറന്നിട്ട് അള്ളാഹിന്റെ വലുപ്പത്തിനും കൊണ്ട് പറയുകയാണേ, അള്ളാഹ് വലിയ ധാര്യവാനാണ്. ഈ മണ്ണനൊക്കെ കൊടുക്കും, ഈ മനസ്സിൽ മണ്ണയും കൊടുക്കും. അള്ളാഹു ആ ഈമാൻ നമുക്ക് നിലനിർത്തി തരും. കിട്ടും, പേടിക്കണ്ട, കിട്ടും, പേടിക്കണ്ട. പക്ഷെ പണിയെടുക്കണം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ നോക്കണം. ആദ്യത്തെ ആ ഹദീസ് പറഞ്ഞു മറക്കണ്ട. ആരാണ്? ഒന്ന് വാടി ഉണങ്ങിയവരാണ്. ആദ്യമായി ഹൗലും കരയിൽ വരുന്നവര് വാടി ഉണങ്ങിയവരാണ്. വാടി ഉണങ്ങുക എന്നത് അവരുടെ ദുനിയാവിന്റെ രീതിയാണ്. അത്രത്തോളം പണിയെടുത്തവരാണ്. ഒപ്പ് ക്ലിയറായി. മുഹാജിരീങ്ങളിലെ 400 കിലോമീറ്റർ നടന്നവരാണ്. എവിടേക്ക്? മദീനയിലേക്ക്. മുഹാജിരീങ്ങളാണ്. 10 പൈസ കയ്യിലില്ല. ഒരു കാഫില കൂട്ടത്തിന്റെ ഒട്ടകത്തിന്റെ വാടക കൊടുക്കാനില്ല. നടന്നു. സ്വന്തം ഒട്ടകമില്ല, വാടക കൊടുക്കാൻ. ഇങ്ങനെ ഒട്ടകക്കാരൻ്റെ ഒപ്പം ബാക്കിലിരുന്ന് പോകാൻ, ഓവർലോഡ് എടുക്കാനും ഒരു ഹാഫും വാടക കൊടുത്താൽ മതി. അതിനുമില്ല. പിന്നെ എന്ത് ചെയ്തു? നടന്നു. 400 കിലോമീറ്റർ മരുഭൂമിയിലെ വെയിലത്ത് നടക്കുക. പോലെ എന്താവും? വാടും. ഹൗലെങ്കിൽ എൻ്റെ അടുക്കൽ ആദ്യം എത്തുന്നത് ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിലെ ഫക്കീറന്മാരായിരിക്കും. കാരണം ഒട്ടകത്തിന് വാടക കൊടുക്കാനുള്ള പൈസ അവരുടെ കയ്യിൽ ഇല്ല. 400 കിലോമീറ്റർ നടന്നതാണ്. ബാടിയിലെ ആ ബാടി കോലത്തിലാണ് എവിടെ വരിക? അറുന്നൂറിൽ വരിക. എടാ, ഒട്ടകത്തിന്റെ വാടക കൊടുക്കാനുമില്ല, പിന്നെ അവൾക്ക് തിന്നാനുണ്ടാവില്ലല്ലോ. നഹലാർന്നാല് മെലിഞ്ഞു. നഹലത്തിൽ ഇബിലു, ഒട്ടകം മെലിഞ്ഞു. നഹലൽ ഫീലു, ആല മെലിഞ്ഞു. നഹലത്തിൽ മർഅത്തു, പെണ്ണ് മെലിഞ്ഞു. നെയ്പ്പാടൊക്കെ പോയി. മനസ്സിലായില്ലേ? ചിന്തിക്കണം. മെലിഞ്ഞവരുമാണ്, വാടിത്തളർന്നവരാണ്, മെലിഞ്ഞവരുമാണ്. ഒരു നന്മയാണ് അവര്. ആനന്ദം, സിയാഹത്ത്. അവര് ദിക്റിൽ ആനന്ദം, തസ്ബീഹിൽ ആനന്ദം, ജനങ്ങളെ സഹായിക്കൽ ആനന്ദം. ഗീബത്ത് നമീമത്ത് പറയൽ ദേഷ്യം. മനസ്സിലായില്ലേ? അവർ ആനന്ദ സിയാഹത്ത്. അവര് വലിയ
ആനന്ദ നിർവൃത്തിയിലുള്ള ആളുകളാ. എന്തിന്? സ്വലാത്തില്ല, ദിക്റില്ല, ഖുർആൻ ഓതുക, ജനങ്ങളെ സഹായിക്കുക, പള്ളി അടിച്ചു വാരുക. മനസ്സിലായില്ലേ? തക്നീസുൽ മസ്ജിദി ഹൂറുൽ ഐൻ, മഹ്റു ഹൂറുൽ ഐൻ, പള്ളി അടിച്ചു വാരൽ ഹൂറുല്യങ്ങൾക്കുള്ള മഹറാണ് എന്ന് പുണ്യ റസൂൽ. എന്ത് പറഞ്ഞു? പള്ളി അടിച്ചു വാരൽ. പള്ളിക്ക് പൈസ കൊടുക്കലല്ല, പൈസ ചെയ്ത് ചട്ടപ്പിക്ക് കൊടുക്കാം. അടിച്ചു വരുമ്പോൾ കളിയാക്കും. ഇപ്പൊ കച്ചവടമൊന്നും ഇല്ലാന്നാ തോന്നുന്നത്. ഓൻ അവിടെ പള്ളിക്ക് മുക്കറിനൊപ്പം പണിയെടുക്കുന്നുണ്ട്. നമ്മളെ മകളെ കെട്ടാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ തന്നെ എങ്ങനെയുണ്ടോ എൻ്റെ വട്ടം. പണ്ടൊക്കെ ഉഷാറേനി. ഇപ്പം എൻ്റെ ഒന്നുമില്ല, മാനത്ത് കാണുന്നില്ല. ഇടക്കിടക്ക് വ്യാഴാഴ്ച രാത്രി അവിടെ മുക്കറിനൊപ്പം കാണാം. ഞാൻ അയാൾ വല്ല ചായം വാങ്ങിച്ചു കൊടുക്കണോണ്ട് ഒപ്പം കൂട്ടണാണോ ആവോ. ഇപ്പം മനുഷ്യന്മാരെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ വലിയ കുപ്പായിട്ടൊന്നും കണക്കാക്കണ്ട. അതോടുകൂടെ നഞ്ഞ മറ്റൊരു മോട്ടോർ സൈക്കിൾ ഇറങ്ങിയത് അങ്ങനെ തന്നെ കയറി യൂട്ടേൺ എടുത്ത് പോയി. എൻ്റെ മകളെ കല്യാണം തുടങ്ങി. എന്തുകൊണ്ട് പറയാൻ? പള്ളിയൊക്കെ പൈസ കൊടുത്താൽ കല്യാണം ഉണ്ടാവും. മോട്ടോർ സൈക്കിൾ സെക്രട്ടറി എത്ര? ഞാൻ ഏരിയ പൈസ പള്ളിക്കൻ്റെ പൈസ എത്ര? 50,000 പിടിച്ചു പാടുണ്ടിട്ടാ. അപ്പൊ പള്ളിക്ക് പൈസ കൊടുത്താൽ മകളെ കല്യാണം നടക്കും. പള്ളി അടിച്ചു വാരിയാൽ കല്യാണം മോഡം. പിന്നെ എങ്ങനെയെങ്കിലും അവിടെ ഒപ്പിച്ച് കെട്ടിക്കണ്ടി മര്യാദക്ക് പുതിയാപ്പിള കിട്ടില്ല. കാരണം പുതിയാപ്പിളക്ക് യൂട്ടൺ കൊടുക്കും. എൻ്റെ നാട്ടിൽ പുതിയാപ്പിള വരുമ്പോൾ ഒരു യൂട്ടൺ എടുക്കും. എനിക്ക് പൈസ ഉണ്ടായ വിവരത്തിനെ കളിച്ച് തൊലഞ്ഞാൽ നാടാകറിയും. പാറ്റ തൊലഞ്ഞ് കാട്ടം വിട്ടു. പക്ഷെ എന്താണ് പള്ളി അടിച്ചു വാരിൽ ഹൂറുല്യങ്ങൾക്കുള്ള മഹറാണെന്ന് ആരാണ് പറഞ്ഞത്? പുണ്യ റസൂൽ മുസ്തഫ. അത് ഹൂറുല്യങ്ങൾക്കുള്ള മഹറാണ്. പള്ളി അടിച്ചോരിക്കും, ഹൂറുല്യങ്ങൾക്കുള്ള മഹർ അടിച്ചു. മഹർ കൊടുക്കാതെ കെട്ടാൻ പറ്റുമല്ലോ. ആയുസിൽ ഒരിക്കൽ പള്ളി അടിച്ചു വരാത്തവരും നമ്മുടെ ഓടത്തിലുണ്ടാവും. മഹർ പോയിട്ടില്ല, നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അതിനവിടെ ആളേൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരു പല്ലിൻ്റെ കാഷ്ടം പള്ളി കണ്ടാൽ അതിലെ നമ്മൾ ആ പോയിന്റ് കണക്കാക്കി കൃത്യമാക്കി വെച്ച് നേരെ നടന്ന്, വലിയ പള്ളിയാണ് അത്. ഇനിയിപ്പോൾ മുക്കറിൻ്റെ റൂമെത്തുമെങ്കിൽ കുറച്ച് 2 ഗ്ലാസ് വെള്ളം കുടിച്ച് നടക്കണം മാത്രം. അവിടെ പോയി മുക്കറി ഉറങ്ങാണ് പാവം. വെള്ളി തട്ടി വിളിച്ച് അയാൾ ഉറക്കച്ചടവിൽ വന്ന് നോക്കൊക്കെ എന്താ പണി? അല്ല അങ്ങനെ അറിയാൻ ചോദിക്കുക, ഞങ്ങൾക്ക് എന്താ പണി? ജനങ്ങൾ അട്ടിപ്പാത്രം കൊണ്ടുവരാൻ തിന്ന പറഞ്ഞ അല്ലേ? സത്യല്ലേ? ആണോ? അല്ലേ? ഇതല്ലേ നമ്മളെ പണി? നമുക്കെന്ത് മാറാ? അതെത്രേ ഉള്ളൂ. അതെത്രേ ഉള്ളൂ. അതിലെ തിരിച്ച് പോയി മടങ്ങിയെത്തപ്പോഴത്തെ 4 ആളായില്ല. അതിൻ്റെ മേലെ ചവിട്ടിപ്പോയി. ചെന്നപ്പോൾ കാണാനില്ല, അത് ചമ്മന്തി ആയിട്ടുണ്ട്. അത് അപ്പം തന്നെ ഒരു കടലാസ് അവിടെ നിർത്തി ഇങ്ങനെ പുറത്തിട്ട കഴിഞ്ഞ വിഷയം. അതിനാണ് എന്ത് ചെയ്യുന്നത്? 100-200 മീറ്റർ പള്ളിൻ്റെ അവസാന ഭാഗത്തിൻ്റെ മുക്കറിൻ്റെ റൂം വരെ നടന്ന് അയാൾ ചീത്തറിന്. മനസ്സിലായില്ലേ? പള്ളി അടിച്ചു വാരും ഹൃദയങ്ങൾക്കുള്ള മാറും. അതൊക്കെ താന്നോലെ പണിയാണ്. അത് വൃത്തിയാക്കുക. അപ്പൊ നോക്കൂ, നിങ്ങൾ വാടി തളർന്നവരില്ല. ദാനം പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു എന്ന്. ഈ വിഷയത്തിൽ ഇമാം ഈ ചർച്ച തുടങ്ങുന്ന ഉടനെ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി ചില വിഷയങ്ങളുടെ അതിനെ എന്ത് ചെയ്യണം, ഒന്ന് തഹ്രീറാക്കണം, അതിനെ ഒന്ന് ക്ലിയറാക്കണം. എന്താണ് ചർച്ച? എവിടെയാണ് അതിൻ്റെ പൊസിഷൻ? എവിടെയാണ് ഹൗദുൽ കൗസറിന്റെ പൊസിഷൻ എവിടെയാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ നേരിയ തർക്കമുണ്ട്. എവിടെയാണ് ഹൗദുൽ കൗസർ എന്ന വിഷയത്തിൽ ചെറിയ തർക്കങ്ങളുണ്ട്. നിങ്ങളതിൽ ഉറപ്പിക്കുക. ഒന്ന്, ذهب صاحب القوت وغيره إلى أن حوض النبي إنما هو بعد الصراط.
അബൂ ത്വാലിബുൽ മക്കിയെ പോലത്തെ ആളുകൾ സിറാത്ത് പാലം കഴിഞ്ഞിട്ടാണ് ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അബൂ ത്വാലിബുൽ മക്കിക്കൊക്കെ പറ്റിയ ചില അബദ്ധങ്ങളായിരിക്കാം. റസൂലുള്ളാഹിക്ക് 2 ഹൗദുകളുണ്ട്, ഒന്നല്ല. മനസ്സിലായില്ലേ? അവര് 2 ഹൗദുണ്ടെന്ന് മനസ്സിലാക്കാതെ പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറ്റിപ്പോയത്. മനസ്സിലായില്ലേ? 2 ഹൗദുണ്ട്. ഞാൻ പണ്ട് എനിക്ക് റബ്ബിന്റെ സഹായത്താൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു ഇത് 2ആയിരിക്കാം. കാരണം ചില ഹൗള് ലാസ്റ്റ് കാണുന്നുണ്ട് സ്വർഗത്തിൽ. മനസ്സിലായല്ലോ? അതേ സമയത്ത് മാസ്റ്ററിലുണ്ട്. അപ്പൊ 2 തന്നെ ആയിരിക്കും. അബൂ ത്വാലിബിനെ പോലെയുള്ള ചില ആളുകൾ സിറാത്ത് പാലം കഴിഞ്ഞിട്ടാണ് ഹൗള് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് സംഭവിച്ചു പോയ ചില അബദ്ധങ്ങളായ ധാരണകൾ ആയിരിക്കാം. സ്വഹീഹായ അഭിപ്രായം അന്നലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗളൈനി, റസൂലുള്ളാഹിക്ക് 2 ഹൗളുകളുണ്ട്. അഹദുഹുമാ ഫിൽ മൗഖിഫി ഖബ്ല അസ്-സിറാത്തി വസ്സാനി ഫിൽ ജന്നതി ഐ ബഅദ അസ്-സിറാത്തി. സിറാത്ത് പാലം കഴിഞ്ഞിട്ടാണ് ഹൗള് എന്ന ഹദീസുകളുണ്ട്. അത് ശരിക്ക് കാര്യം മനസ്സിലാകാത്തതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർക്ക് അബദ്ധം പറ്റിയത്. റസൂലുള്ളാഹിക്ക് ഒരു സിറാത്തല്ല, ഒരു ഹൗളല്ല, 2 ഹൗളുണ്ട്. ഒന്ന് സിറാത്ത് പാലത്തിന് മുമ്പ്, ഒന്ന് സിറാത്ത് പാലത്തിന് ശേഷം. ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ട്? സിറാത്ത് പാലത്തിന് ശേഷമുള്ള ഹൗളിനെ പറ്റി പല രേഖകളും കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമവും തോന്നിയിരുന്നു. എന്തുകൊണ്ടത് വലിയൊരു, അതായത് നമ്മൾ അത് സിറാത്ത് പാലം കൂടി കഴിഞ്ഞ് ജയിച്ചിട്ടാണ് പിന്നെ ഹൗദുൽ കൗസർ കിട്ടുന്നതെങ്കിൽ ഹൗദുൽ കൗസർ മാത്രമായിട്ട് തന്നെയാണെങ്കിലും നമുക്കതൊരു സന്തോഷമല്ല. അതേ സമയത്ത് ഹൗദിന് ശേഷമാണ് സിറാത്തെങ്കിൽ ജയിച്ചിട്ട് സിറാത്ത് കിടക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ജയിച്ചല്ലോ, ഹൗദുൽ കൗസർ കിട്ടിയ എന്തായി? അത് ജയിച്ചു. അല്ലാഹു തരട്ടെ. ബേജാറാണ്ടോ, കിട്ടും ബേജാറാണ്ട്. അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. നമ്മളൊക്കെ തകർക്കണം കേട്ടോ. നമ്മളെപ്പോലത്തെ സാധാരണക്കാരായി താഴെ നിൽക്കണോ നമുക്കൊക്കെ എന്തായാലും കിട്ടും. പിന്നെ ഇന്നെ പോലത്തെ കാര്യത്തിൽ ബേജാറുള്ളൂ. നമുക്കൊക്കെ കീപ്പ് ബന്ധു നമ്മളൊക്കെ എനിക്ക് കിട്ടാൻ വേണ്ടി തകർക്കണം. അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. നാടന്മാർക്കൊക്കെ വേഗം കിട്ടും, നമുക്കൊക്കെ വേഗം കിട്ടും. ഹൗദുൽ കൗസറിന് യോഗ്യരായ ആളുകൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എനിക്കറിയാം. യോഗ്യരായ ആളുകൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മളെപ്പോലത്തെ ആളുകളാ കൊടുക്കുന്നത്. നമ്മളെപ്പോലത്തെ ആളുകൾ പറഞ്ഞാൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ അഹങ്കാരം, റിയാവൊക്കെ വന്നു. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അറിയാതെ റിയാവിൻ്റെ വാക്ക് പറയും, അറിയാതെ കിബറിൻ്റെ വാക്ക് പറയും, അറിയാതെ പറഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നല്ലത് ഒരു നിലക്ക് നല്ലത് നാടനാകൽ തന്നെയാണ്. ഇൽമിന് വിലയല്ലേ? ഇൽമിന് വിലയുണ്ട്, വിലകേടുണ്ട്. ഒരു നെയ്യപ്പവും വാങ്ങി, ഒരു കോഴിമുട്ടയും വാങ്ങി പെരിപ്പോയി പീടിന്ന് വാങ്ങിക്കൊണ്ടേ. ഒരാൾ നെയ്യപ്പം വാങ്ങി, നല്ലൊരു കോഴിമുട്ടയും വാങ്ങി പെരിപ്പോയി. ഇതിൽ ആരോഗ്യത്തിന് നല്ല എന്താ? കോഴിമുട്ട ഉറപ്പല്ലേ? പക്ഷെ പേരിലെത്തിക്കൊള്ളുന്നില്ല. നെയ്യപ്പം എന്തായാലും പേരിലെത്തും ഇൻഷാ അല്ലാഹ്. വീണ് എന്നാലും കുഴപ്പമില്ല. അപ്പസോടൊക്കെ കുറച്ച് കുറഞ്ഞ നെയ്യപ്പ, അതുകൊണ്ട് വേഗം പൊട്ടു. അപ്പസോട് കുറച്ച നെയ്യപ്പം പൊട്ടു. പേടിത്തെ നെയ്യപ്പം കത്തുകൊണ്ട് ഒട്ടിയാലും പൊട്ടൂല. ഉമ്മ ഉണ്ടാക്കിയ നെയ്യപ്പം അരമണിക്കൂർ പൊട്ടു. മനസ്സിലായില്ലേ? പൊട്ടിയാലും തിന്നാൻ കിട്ടൂല. കോഴിമുട്ട ഇതന്നെ മൗല്യരാകലല്ലേ നല്ലത്? പക്ഷെ കിബറുണ്ടായാലോ? കിബറുണ്ടായ ഇബ്ലീസിന്റെ സിഫത്താണ്. പിന്നെ ഇബ്ലീസാവും ലഅനത്തുല്ലാഹി. എന്താ പ്രശ്നം? നടന്മാർ എന്താണെങ്കിലും ഒക്കെ കിട്ടും, നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊക്കെ മുഖത്ത് തന്നെ ഉണ്ട്, നിങ്ങളൊക്കെ കിട്ടും. അല്ലാഹു തആല തരട്ടെ. എൻ്റെ ആഗ്രഹം പറയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പോൾ അത് സന്തോഷമാണ്. എന്ത്? ഈ ഇൽമൊരു സന്തോഷമാണ്. ഇൽമൊരു സന്തോഷം. ഞാൻ ചില ക്ലാസ്സുകളിൽ കോഴിക്കോട് നടത്തിയ ഒരു ക്ലാസ്സിൽ സിറാത്ത് പാലത്തിന് ശേഷമാണ് ഹൗദുൽ കൗസർ എന്നും കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു 10 കൊല്ലം മുമ്പ്. അപ്പോൾ അത് തിരുത്താനാണ് ഈ പറയുന്നത്. ചില പണ്ഡിതന്മാരുടെ രേഖകൾ കൃത്യമായിട്ടുണ്ട്. അത് 2 ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. സിറാത്തിൻ്റെ മുമ്പ് തന്നെയാണ് എന്ത്?
ഹൗദുൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പറഞ്ഞാടി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ദാഹിച്ച് കിടക്കേണ്ട സിറാത്ത് പാലം ദാൻ തീർത്ത് കിടന്നു. പിന്നെ ഹൗദുൽ കൗസർ കിട്ടിയ പിന്നെ കഴിഞ്ഞതിൻ്റെ പിന്നെ എവിടെത്തിയ മാതിരിയായി. മനസ്സിലായില്ലേ? കുട്ടി ഉമ്മാനോട് നോമ്പോറ്റാ എന്താ പറയാ? ഉമ്മാനോട് നോമ്പോറ്റാ കുട്ടി എന്താ പറയാ? എന്താ തമ്മീസൊക്കെ ഉള്ള കുട്ടിയാണ്. നോമ്പ് ഓൽക്കണമെന്നുണ്ടോ കുട്ടി തന്നെയാണ്. എന്താ പറയാ? നിങ്ങളൊരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി, നിങ്ങളൊരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി. ചായയും കറ്റും അൻപത്തൊക്കെ 4 മണിയോട് കൂടെ എന്ത് പറയൽ തുടങ്ങും? 3 മണിയോട് പറയൽ തുടങ്ങും. എന്ത് ഉച്ചക്കനെ പറഞ്ഞേ? നമ്മൾ പരിശീലിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ നോമ്പൊൽപ്പിക്കും. 5 വയസ്സ് 6 വയസ്സ് 5 വയസ്സിലൊക്കെ നോമ്പോറ്റ ഉച്ചക്ക് എന്തെന്ന് പറയും? ഇപ്പം ആരെ നോമ്പായാലും ഇനി നാളെ ആരും നോമ്പൊൽക്കുക. അപ്പം ഒന്നായല്ലോ. 3 മണിക്കൊക്കെ പിന്നെ എന്താ പറയാ? 1 ഗ്ലാസ് വെള്ളം മതി. ആ വെള്ളം സ്വർഗം പോലെയാണ്. അപ്പൊ നമ്മൾ ഖബറിൽ വരുമ്പോ തന്നെ എന്ത് കിട്ടി? 1 ഗ്ലാസ് ഒന്നുമല്ല കിട്ടില്ല. അബദ. പിന്നെ ദാഹമില്ല. ഇനി എന്തായാലും എന്താ ചോറൊക്കെ സ്വർഗത്തില്ല. അല്ല, സ്വർഗത്തിൽ 100 കൊല്ലം കഴിഞ്ഞിട്ടില്ല മതി. എന്തായാലും വെള്ളം കിട്ടി. അൽഹംദുലില്ലാഹ്. ഏത് വെള്ളം? പാലിനേക്കാൾ വെണ്മയുള്ള, തേനേക്കാൾ മധുരമുള്ള. അപ്പൊ വെള്ളമല്ലല്ലോ, അത് കഥാല്ലേ, അത് ഭക്ഷണല്ലേ. മനസ്സിലായില്ലേ? അത് ഭക്ഷണമാണല്ലോ, വെള്ളമല്ലല്ലോ. വെള്ളത്തിന് പോലത്തെ ഭക്ഷണം വരൂല്ലോ. മനസ്സിലായില്ലേ? നോമ്പർപ്പിക്കുമ്പോൾ നമ്മൾ പല വെള്ളം കൊടുക്കണ്ടല്ലോ, അത് ഭക്ഷണമല്ലേ, വെള്ളമല്ലല്ലോ. അതിൽ പലതുമില്ലേ? മനസ്സിലായില്ല? വെള്ളത്തിന്റെ കളറല്ലല്ലോ വെണ്മ. വെള്ളത്തിന് എന്താ കളറ്? കളർ കളിക്കാവ കളറ് ഇല്ലെങ്കിൽ കളറ് ഇല്ല. എന്താ കളറ്? വെള്ളത്തിന് എന്താ കളറാണ്? മനസ്സിലായില്ലേ? അത് കേവലം വെള്ളമല്ല. അത് വെള്ളമാണെന്ന് പറഞ്ഞാലും വെള്ളമല്ല. വെള്ളം കരി കൊണ്ടിരി കുട്ടികളെ തന്നെയാണ് പച്ചളം പാലിയപ്പ ചന്തയിൽ പോയി ഒന്ന് കയറിയാൽ ഉടനെ എന്ത് പറയും? വെള്ളം കൊണ്ടിരി കുട്ടികളെ എന്നാണ് നിങ്ങൾ പച്ചവെള്ളം കൊണ്ടു കൊടുത്താലോ? മുണ്ടമടി കൊണ്ട് കിട്ടിയ തല്ല് മനുഷ്യർ വരെ അതിൻ്റെ കറ പോവില്ല. വെള്ളം എന്നാ പറയാ. പക്ഷെ ചിലപ്പോൾ നല്ല കാൽച്ചട്ടി ചായ ഉണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ കഞ്ഞുണ്ടെങ്കിൽ കൊടുക്കും. അപ്പൊ വെള്ളം എന്ന് പറഞ്ഞാൽ ആരും നിങ്ങൾ വെള്ളം വിചാരിക്കേണ്ടത് വെള്ളമല്ല, അതൊരു ഭക്ഷണം തന്നെയാണ്. എന്തുകൊണ്ട്? അത് കേവലം വെള്ളമല്ല, കേവലം വെള്ളത്തിന്റെ സ്വഭാവമല്ല. അതിന് അത് അബിയളു മിനൽ ലബനി, പാലിനേക്കാൾ വെണ്മയുള്ളതാണ്. പാല് പോലെ വെണ്മയുണ്ടാവുക. പാല് പോലെ വെണ്മയാണെങ്കിൽ പോലും സാധാരണ വെള്ളമല്ല. സ്വർഗത്തിൽ പലതരം പുഴകളുണ്ട്. നഹറും മിൻ മാഇൻ വനഹറും മിൻ ലബനി വനഹറും മിൻ ഖംറിൻ അസലിൻ. അങ്ങനെയൊക്കെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവിടെ പറഞ്ഞു തോന്നി കണ്ടല്ലോ. അപ്പൊ പിന്നെ ഇത് കേവലം വെള്ളമല്ല. എന്തെന്നെ? പാലിനേക്കാൾ വെണ്മ. പിന്നെയോ വഹല, വെള്ളത്തിനാണെങ്കിൽ വെള്ളത്തിന് രുചിയില്ലല്ലോ. വെള്ളത്തിന് എന്ത് രുചിയാ? അതേസമയം ഇതിന് തേനിനേക്കാൾ മധുരമുണ്ട്. പാലിനേക്കാൾ വെണ്മയുമുണ്ട്, തേനിനേക്കാൾ മധുരമുണ്ട്. അപ്പൊ അത് കേവലം വെള്ളമല്ല. അതോടുകൂടി ദാഹവും മറ്റും തീർന്നു. ഇനി ഒന്നുമില്ല. ഇനി എന്നായാലും എന്താ? ഇനി സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവുള്ളൂ. ആയിക്കോട്ടെ. മനസ്സിലായില്ലേ? ചിന്തിക്കുക. ഫ്ലൈറ്റിൽ കയറി വരുമ്പോൾ തന്നെ ഒരു ബിരിയാണി കിട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ജിദ്ദയിൽ പോയി ഇറങ്ങി മക്കത്ത് പോയിട്ട് ഉംറ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് തിന്നാൻ കിട്ടി. കുഴപ്പമില്ല, ആ ബിരിയാണി നല്ല നന്നായി തിന്നിട്ടുണ്ട്. നീ കുറച്ച് നേരം വയ്യാലും പ്രശ്നമില്ല, കിട്ടണമൊക്കെ കിട്ടി. ക്ലിയറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട അഭിപ്രായം എന്താണ്? വസ്സഹീഹു അന്ന നബി സഹൗലൈനി അഹദുമാ ഫിൽ മൗഖിഫി ഖബ്ല അസ്സിറാത്തി വസ്സാനി ഫിൽ ജന്നതി വകിലാഹുമാ യുസമ്മാ കൗസറ. രണ്ടിനും കൗസർ എന്ന് പേര് കിട്ടിയപ്പോൾ ചില തെറ്റിദ്ധരിച്ചു പോയതാണ്. അപ്പോൾ സിറാത്ത് പാലത്തിന് മുമ്പുമുണ്ട് കൗസർ, പിന്നെ സ്വർഗത്തിലുമുണ്ട്. ഇടകലർന്ന് ഹദീസ് വരും. ചിലത് സ്വർഗത്തിലെ കൗസറാവും, അപ്പോൾ സിറാത്ത് പാലത്തിനൊക്കെ ശേഷം. ചിലതോ എന്ന് 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 എന്ന്
واختلف في الميزان والحوض أيهما قبل الآخر فقيل الميزان وقيل في الحوض وقيل الحوض قال أبو الحسن القابسي والصحيح أن الحوض قبل الحمد لله ഇനി നന്മ തിന്മ തൂക്കുന്ന തുലാസാണോ ഹൗളാണോ ആദ്യം എന്ന കാര്യത്തിലും പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് ആദ്യം തൂക്കലാണ്, പിന്നെയാണ് വെള്ളം ഹൗളുൽ കൗസർ, അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്. എന്നാൽ ഖാല അബുൽ ഹസനിൽ ഖാബിസി വസ്സഹീഹു, സ്വഹീഹായ അഭിപ്രായം അന്നൽ ഹൗള ഖബ്ലു, ഹൗൾ എന്തിനേയും മുമ്പിലാണ്. മഹ്ശറിലെ എന്ത് കാര്യത്തിന്റെയും മുമ്പിലാണ് എന്ത് ഹൗൾ, പിന്നെ എന്തുണ്ടാവുള്ളൂ. നിങ്ങൾ മീസാനോ മറ്റൊന്നും ചോദിക്കണ്ട, ആദ്യം എന്താണ് ഹൗളുൽ കൗസർ. ആദ്യം അൽഹംദുലില്ലാഹ് എന്ന് പറയും. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. ഇതിലൊക്കെ ഒരുപാട് സംശയം എനിക്ക് കൊണ്ടുണ്ടായതാണ്. അൽഹംദുലില്ലാഹ് നമുക്ക് അൽഹംദുലില്ലാഹ് അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരായ ആളുകൾ എന്തൊരു വാക്ക് കിട്ടിയാൽ വലിയൊരു വാക്കാണ്. ഖബിലു ഖബിലു വസലു അന്നൽ ഹൗള ഖബിലു. ഖബിലു പറഞ്ഞാൽ ഖബല കുല്ലി ഷൈ, എന്തിൻ്റെയും മുമ്പാണ് എന്ത് ഹൗളുൽ കൗസർ, എന്തിനു മുമ്പാണ്. ഖുൽതു ഖുൽതു, നീ ഖുർത്തുബി തങ്ങൾ പറയാണ് എൻ്റെ അഭിപ്രായം വൽ മഅന, ഇത് എന്തിൻ്റെയും ഇത് എന്തിൻ്റെയും ഹൗളുൽ കൗസർ എന്തിൻ്റെയും മുമ്പിലാണെന്ന് പറയാൻ കാരണം ഫഇന്ന നാസ യഖ്റുജൂന ഇതാശൻ മിൻ ഖുബൂരിഹിം, ജനങ്ങളെല്ലാം ഖബറിൽ നിന്ന് ദാഹപരവശരായിട്ടാണ് വരിക. ഫയുഖദ്ദമു ഖബ്ലൽ സിറാത്തി വൽ മീസാനി, അപ്പോൾ ആദ്യം അല്ലാഹു അതാണ് അവർ കൊടുക്കുക. മനുഷ്യന്മാർ മറവ് ചെയ്തിട്ട് പിന്നെ എന്തില്ല, ഒന്നുമില്ലല്ലോ. പിന്നെ ഖബറിൽ നിന്ന് എണീറ്റിട്ട് മനുഷ്യന്മാർ മഹ്ശറിക്ക് പാഞ്ഞു വരുമ്പോൾ എന്തായിരിക്കും അവർ? ദാഹപരവശര്. ഇവരൊക്കെ അള്ളാഹിന്റെ വിരുന്നുകാരാണ്. കിട്ടാത്തവർക്ക് കൊടുക്കൂല, കിട്ടുന്നവർക്ക് ആദ്യം കിട്ടണം. മനസ്സിലായില്ല? അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തവർക്ക് കൊടുക്കൂല. അങ്ങനെ എല്ലാവർക്കും ഉള്ളതല്ലത്, ഇഷ്ടപ്പെട്ടവർക്ക്. അപ്പൊ ഇഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ പിന്നെ ഉള്ളത് ഒരാവശ്യത്തിനല്ലേ, ഒരാവശ്യത്തിനാണല്ലോ. ഒരു കപ്പ ആവശ്യം എന്താണ്? വെള്ളമാണ്. മീസാനും മറ്റൊക്കെ ഓലെ ബോധ്യപ്പെടുത്താനല്ലേ, അള്ളാഹ്ക്ക് അറിയാലോ ഒരു വിജയിച്ചവരാണ്. പിന്നെ ഓലെ കുറേ ദാഹിപ്പിച്ചെന്നെ കൊടുക്കേണ്ട വിഷയമല്ലല്ലോ. അങ്ങനെ ദാഹിക്കേണ്ടവരല്ലല്ലോ ഇവരാരാ? അള്ളാഹിന്റെ മുഖറബീങ്ങളല്ലേ, അള്ളാഹിന്റെ ഇബാദല്ലേ. മനസ്സിലായില്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായി? ഇവിടെ ഗൗരവമായ ആശയം ഈ അവസ്ഥകൾ പഠിച്ചാൽ മനസ്സിലാവുന്ന ആശയം ഫഇന്നന്നാസ, ജനങ്ങൾ യഖ്റുജൂന ഇതാശൻ മിൻ ഖുബൂരിഹിം, അവരുടെ ഖബറിൽ നിന്ന് അവർ വരിക ദാഹപരവശരാണ്. ഫയുഖദ്ദമു, അപ്പോൾ ഹൗളിനെ മുന്തിക്കപ്പെടും. ഖബല സിറാത്തി വൽ മീസാനി വല്ലാഹു അഅലം. എന്നെ ചിന്തിക്കണം. അപ്പൊ ആദ്യം കൊടുക്കുക ഹൗളാണ്. ഹൗളുൽ കൗസർ ഉണ്ടായിട്ട് പിന്നെ അതുകൊണ്ടുകൂടെ റാഹത്തായില്ലേ. പിന്നെ ഞാൻ അഭിമുഖീകരിക്കണമൊക്കെ പിന്നെ എന്താണ്? സന്തോഷം. സിറാത്ത് പാലം ആയിക്കോട്ടെ, കന്ത് കിട്ടിയ ഉറപ്പാണല്ലോ. എന്താണ്? സിറാത്ത് പാലം നടക്കണം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരാൾക്ക് ഒരുപാട് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെയാണ് പട്ടാളത്തിൽ എടുക്കല്ലേ എങ്കിൽ ഓരോ ടെസ്റ്റിന് അടിച്ചുമ്പോൾ പേടിയുണ്ടാവും. അതേ സമയത്ത് എന്ത് ആദ്യം തന്നെ ചെന്നപ്പോൾ എന്തായി എന്നറിയോ? പ്രധാനമന്ത്രിയുടെ കത്ത് എൻ്റെ കയ്യിലുണ്ട്, ഓഫീസർക്ക് അതാണ് കൊടുത്തു. അത് ചിരിച്ചു. അത് ശരിയാക്കിയാണ്. എന്നാലും ഞാൻ ചില പ്രൊസീജിയറുകളുണ്ട്, അതൊക്കെ ഉണ്ടാവും കേട്ടോ. അന്നിപ്പോൾ നമുക്ക് ഒഴിവാക്കി തരാൻ കഴിയൂല. പക്ഷേ സംഗതി നിങ്ങൾ പാസ്സാക്കിക്കുന്നത് ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. ചെല്ലിനോട് തന്നെ ഓഫീസർ നോക്കിയിട്ട് പ്രധാനമന്ത്രിയുടെ കത്തൊന്നും ഇവിടെ പറ്റില്ല, അത് അയാൾ ചിന്തി കൊട്ടി കിട്ടും. ഈ വണ്ടി ഇവിടെ പറഞ്ഞാൽ പിന്നെ പേടി ഉണ്ടാവില്ലല്ലോ. പ്രധാനമന്ത്രിയുടെ കത്തും കൊണ്ടാണ് ചെന്നത്. അത് കാണിച്ചു കൊടുക്കുന്നത് അയാൾ ഓഫീസർ പറഞ്ഞു, എന്നാൽ ഞാൻ പരിപ്പോയിക്കൂല, അത് ഇപ്പം നടക്കൂല. കാരണം എന്ത്, ഇവിടെ ഓരോ സ്ഥലത്ത് ഒപ്പിടിക്കൽ കത്ത് അങ്ങനെ കുത്തലൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കി തരാൻ കഴിയില്ല. അതിപ്പോൾ ഞങ്ങൾ ഒഴിവാക്കിയാൽ പിന്നെ ഞങ്ങൾ അവിടെ എന്താ പറയുക, പിന്നെ പരിശീലനത്തിൻ്റെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത് പിന്നെ ഒപ്പിടിച്ച് വെറുതെ പാഞ്ഞതാണ്, എനിക്ക് മറ്റൊപ്പുകൾ കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒഴിവാക്കിയെന്ന് അവർക്ക് പറയാം. അതുകൊണ്ട് മറ്റ് പ്രൊസീജിയറൊക്കെ നടക്കും. വൈകുന്നേരം പെരി പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഉറപ്പിച്ചോളി, എന്ത് നിങ്ങളെ സെലക്ട്
പ്രശ്നമല്ല. പിന്നെ അവന് മറ്റേ ഓഫീസർ വലിയ ഗൗരവത്തിൽ വലിയ പുലി പോലെ ഇരിക്കുന്ന ഒരു ഓഫീസറെ എത്തിക്കാൻ അടുത്ത് പോകണം. അതൊക്കെ എനിക്കൊക്കെ പുലിയാണെങ്കിലും എനിക്കൊരു ബന്ധമില്ല. കാരണം എനിക്ക് ഞാനിവിടെ പാസ്സായ മറ്റൊരു സിറാത്ത് പാലത്തില്ല. മോനുറപ്പാണ്. എന്ത് കാഴ്ചകൾ കാണാം. എത്ര കാലം നമ്മൾ വയറ് കേട്ടതാ സിറാത്ത് പാലം. കാരണം പിന്നെ എന്ത് കിട്ടി? അങ്ങോട്ട് അല്ലാഹു നമ്മളെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങ് അബൂ ഹാമിദ് ഇമാം ഗസാലി പറയുന്നുണ്ട് അന്നിൽ ഹൗള യൂറദു ബഅദ സിറാത്തി എന്ന് ചില ആളുകൾ പറഞ്ഞത് അത് പറഞ്ഞവർക്ക് സംഭവിച്ച പിഴവാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അബൂ ഹാമിദ് ഗസാലി. ബഹുമാനപ്പെട്ട ഇമാം ഗസാലിയുടെ അഭിപ്രായം ഇങ്ങനെ തന്നെയാണ്. ആദ്യം എന്താണ് ആത്ത് കഴിഞ്ഞ് ഇമാം ഗസാലി ഒരു കാര്യം പറഞ്ഞാൽ നീ നിർത്താനില്ല. അപ്പൊ ഖുർത്തുബി ഇമാം മാത്രമല്ല ഗസാലി ഇമാമിന്റെ അഭിപ്രായം എന്ത് തന്നെയാണ്? ആദ്യമാണ് എന്ത്? ഹൗദുൽ കൗസർ. അല്ലാഹു തരട്ടെ.